അഖിൽ സജീവ് അമ്മുവിൻ്റെ സഹോദരൻ. അദ്ദേഹം ലോ കോളേജിലെ അധ്യാപകനാണ് ചെന്നൈയിൽ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, 3 പേരെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ മുതൽ അഖിൽ തന്നെ ഉന്നയിച്ച ഒരു ആരോപണമാണ് സഹോദരിക്ക് ഇങ്ങനെ ഉയരത്തിലേക്ക് കയറാൻ പേടിയുണ്ടായിരുന്നുവെന്ന്. ആ കാര്യങ്ങളടക്കം പോലീസിനെ നിങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഉണ്ടാകുന്ന ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ നിങ്ങളോട് എന്തെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ CA സാറും SI സാറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ അമ്മുവിൻ്റെ ഫോണെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം, അമ്മുവിൻ്റെ ഫോണിൻ്റെ ലോക്ക് വെച്ച് അമ്മു എപ്പോഴും ഫോണിൽ ലോക്ക് വെക്കുന്നതായിരുന്നു. അതെനിക്കും അറിയാം, അതുപോലെ തന്നെ എൻ്റെ വൈഫിനും അറിയാം. അപ്പം അത് ആ ഫോൺ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ആദ്യമേ അതിൻ്റെ ലോക്കെല്ലാം മാറ്റി വെച്ചിരുന്നു. അത് പോലീസിൻ്റെ സാറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ അങ്ങനെയായിരുന്നു തന്നെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയ ഒരു കാര്യം അമ്മു എഴുതിയെന്ന് പറഞ്ഞിട്ട് അത് അമ്മു എഴുതിയതല്ല. കാരണം ഇവിടുന്ന് എഴുതിയ ഞാനിപ്പം അമ്മുവിൻ്റെ പഴയ ഈ BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് ഞാൻ പോയ സമയത്ത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞൊരു അങ്ങനെ ഒരു സ്റ്റൈൽ പോലെയാണ് ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കുട്ടികൾ, ആ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരിതിനു മുമ്പ് എന്താ പറയുക, അവരുടെ പഴയ കംപ്ലയിൻസും അതുപോലെ ബാക്കിയുള്ള അതിൻ്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പേഴ്സായിട്ട് അവർ അടുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മു ആണെന്നെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ഓരോ പ്രാവശ്യവും അവർ ഇല്ലാത്ത കുറ്റത്തിനെല്ലാം ചുമ്മാ പറയുന്നു, കളിയാക്കുന്നു, അതിലൊരു കുട്ടി അടിക്കാൻ വന്നു എന്നുള്ള കാര്യം ഇതെല്ലാം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഈ അഖിൽ അടക്കം മുമ്പോട്ട് വെച്ച ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പം ഒരാഴ്ച പിന്നിടുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഫൈൻഡിങ്സിലേക്ക് ഇതിനോടൊക്കെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? അങ്ങനെ ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത് കൂടുതലായിട്ടും നമുക്ക് അതിനുള്ള മാനസികാവസ്ഥ എല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതാക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോലീസുകാർ പറയുന്നത് അല്ലെങ്കിൽ ആ സാറന്മാർ പറയുന്നതെല്ലാം ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെയാണ് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണയുള്ള വ്യക്തി കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. മനസ്സിലായി. അപ്പോഴേക്കും അമ്മുവിൻ്റെ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അവരെ ഉറപ്പായിട്ടും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നും നാളെയായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത്രയും ഇതാക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര സമാധാനവും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പോകുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. നിലവിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഈ 3 പേർക്കുമെതിരെ, ഈ അറസ്റ്റിലായിരിക്കുന്ന 3 പേർക്കുമെതിരെ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം കുടുംബത്തിനുണ്ടോ ഈ കാര്യത്തിൽ? ഉണ്ട്. കാരണം ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തേതിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അഗ്രിമെൻ്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഇത് ഉറപ്പിടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അഗ്രിമെൻ്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതൊരു മോഡലിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു മർഡറിലേക്ക് വരും. അപ്പോൾ ഈ അന്വേഷണത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പം മറ്റെന്തെങ്കിലും തെളിവുകൾ നിങ്ങൾ കൈമാറുകയോ അങ്ങനെ എന്തെങ്കിലും നടപടിയോ ഉണ്ട്? കാരണം ആദ്യത്തെ കാര്യം ഇവരുടെ അമ്മുവിൻ്റെ പഴയ മലയാളത്തിൽ എഴുതിയിട്ടുള്ളതും അതുപോലെ മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ള എല്ലാ ഹാൻഡ് റൈറ്റിങ്സും എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലും ഈ ഫോണിൻ്റെ കാര്യത്തിലായാലും അവർ കൂടുതലായിട്ട് നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ, അതായത് ഈ അമ്മു ഈ പരാതികൾ ഉന്നയിച്ചിരുന്ന സമയത്തും ഇങ്ങനെയൊരു അസ്വാഭാവികമായ സംഭവം അപകടം പറ്റിയതിനു ശേഷവും കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച ബോധപൂർവ്വം സംഭവിച്ചതാണ്, അങ്ങനെയാണോ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം, പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് ശ്രീകാര്യത്തെ കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്ന് മൂടി വയ്ക്കാം, മറച്ചു വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലാണ് ഈ കുടുംബത്തിൻ്റെ പ്രതികരണം. നീതി കിട്ടും അന്വേഷണത്തിൽ എന്നൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.